ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മുറുക്കാണ് തക്കാളി മുറുക്ക് അല്ലേ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 3 എടുക്കാം, കാരണം നമ്മളെ തക്കാളി മുറുക്കിൽ തക്കാളിയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് തക്കാളി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയും 1 പിടി പുതിനയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി, തരിതരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കൊന്ന് അടിച്ചെടുക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ ഇടിയപ്പത്തിന് എടുക്കുന്ന ആ ഒരു പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 കപ്പ് കടലമാവും കൂടി എടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. എനിക്ക് മൊത്തം 2 ടീസ്പൂൺ ഉപ്പ് ആവശ്യമായിട്ട് വന്നു. നമ്മൾ ആദ്യം ഇടുമ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ മൊത്തം 2 ടീസ്പൂൺ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കറുത്ത എള്ളൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറുത്ത എള്ളില്ല എങ്കിൽ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പും കായവും എല്ലാം കൂടി ആ മാവിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചില്ലേ നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ്, അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാമേ. എനിക്കിത് നല്ല കട്ടിയായിട്ടാണ് അടിച്ച് കിട്ടിയത്, അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും. ഇത് വെച്ച് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ച് നോക്കാമേ. എന്നിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം നമുക്ക് ചേർക്കാം. നമുക്ക് ആദ്യം ഈ അരപ്പ് വെച്ചിട്ട് മാവ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാമേ. നമുക്ക് ആ മിക്സിയിൽ തന്നെ നമുക്ക് വെള്ളം എടുത്ത് വെക്കാം, അപ്പോൾ അതിൻ്റെ അരപ്പൊന്നും വേസ്റ്റായി പോവില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാമേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നോക്കാം ഇനി എത്രത്തോളം വേണമെന്നുള്ളത്. എന്നിട്ട് കുഴച്ചൊന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും കുറച്ചായിട്ടേ ഒഴിക്കാവൂ, കാരണം ഇത് നല്ല ലൂസായി പോകാൻ പാടില്ല. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി വെച്ച് നമുക്കൊന്ന് കുഴച്ച് നോക്കാം. നമുക്ക് അത്ര വെള്ളം മതിയായിരുന്നേ. ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ടൈപ്പ് ആവണം. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊന്ന് എണ്ണ ചൂടാവാനായിട്ട് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെക്കണം. ഇപ്പം ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി മാവൊന്ന് നമുക്കൊന്ന് സേവനാഴിയിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ സേവനാഴി എടുത്തിട്ട് വരാം. വേണ്ടേ, ഞാനിനി ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു അച്ച് ഇതാണ്. ഈ ഒരു പൂ പോലെ ഇരിക്കുന്നില്ലേ, ആ ഒരു ടൈപ്പ് അച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു അച്ചാണ്, ഇങ്ങനെ പൂ പോലെ ഇരിക്കുന്നൊരു അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് മാവ് ഇതുപോലെ എടുത്തിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാമേ. ഈ സമയം കൊണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കണം, എങ്കിലേ അത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. എണ്ണയ്ക്ക് ചൂടില്ലെങ്കിൽ അത് തണുത്ത് പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളേ. അല്ലെങ്കിൽ നമ്മൾ ഈ എണ്ണ ചൂടായില്ലെങ്കിൽ ഇത് തണുത്ത പോലെ ആയിരിക്കും ഇരിക്കുക. ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കരിഞ്ഞു പോവാതെയും കൂടി നോക്കണേ. കുറച്ച് സെക്കൻഡ് ആയിട്ട് നമ്മളൊന്ന് തിരിച്ച് വെക്കുക. അന്ന് കരിയുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാമേ. ഞാൻ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ഈ തീ ഒന്ന് ഹൈയിലോട്ട് മാറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം, എന്നാലത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ.
നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാമേ. കുറച്ച് ഇട്ടാൽ മതി, ഒരുപാട് നിറയെ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. എണ്ണയ്ക്ക് ചൂട് കുറവാണെന്ന് തോന്നുകയാണെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഹൈയിലോട്ട് ഇതിൽ നിന്ന് കോരിയെടുക്കുന്ന ആ ടൈമിലേ കുറച്ചൊന്ന് ഹൈയിലോട്ടൊന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മാവ് ഇതിലേക്ക് ഒന്ന് കറക്കി ഒഴിക്കുന്ന ആ ടൈമിൽ നമ്മളൊന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈയിലിട്ടെടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാം. അതുകൊണ്ട് മീഡിയത്തിലാക്കാൻ മറന്നു പോകരുത്. ഇനി എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ, മീഡിയത്തിൽ തന്നെ ഇരുന്നാൽ മതി. എണ്ണയ്ക്ക് ചൂടില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് മാത്രം നമ്മളൊന്ന് അത് എടുക്കുന്ന സമയത്തൊന്ന് ഹൈയിലും അത് ഇടുന്നതിന് മുമ്പ് ഒന്ന് നമ്മുടെ മീഡിയത്തിലോട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എല്ലാ മാവും ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാമേ. ഞാനിത് ആദ്യം എടുത്തിട്ട് നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഈ എണ്ണയോട് കൂടി ഈ ഒരു മുറുക്കെടുത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ താഴെ ഇരിക്കുന്ന മുറുക്ക് അതിൽ വീണ്ടും എണ്ണ പറ്റിയിട്ട് അതൊന്ന് ക്രിസ്പി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് എടുത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേലോട്ട് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടാണ് വീണ്ടും ആ ഒരു അരിപ്പയുള്ളൊരു പാത്രത്തിലേക്ക് ഈ മുറുക്കിട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്താണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ പൊട്ടി വരുന്നത് കണ്ടോ. നമ്മൾ പക്ഷേ വെളിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അതിലൊരു വലിപ്പം കുറവുണ്ട്. നമ്മുടെ അച്ചിൻ്റെ ഒരു സൈസിനനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. അത് കുറച്ചുകൂടി ഒരു വലിപ്പം കൊണ്ടല്ലേ, ഇത് ചെറിയൊരു നൈസ് പോലെ ഇരിക്കും. പിന്നെ ഇതിനൊരു സ്വാഭാവിക റെഡ് കളറുണ്ട്, പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് നല്ലൊരു റെഡ് ഉണ്ടാവും. അത് വല്ല കളറും ചേർത്തിട്ടായിരിക്കും നമുക്കൊരു ആ കളർ കിട്ടുക, അല്ലാതെ നമുക്കൊരു നാച്ചുറലി ആ ഒരു കളർ കിട്ടില്ല. ഉണ്ടോ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ടേ. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ ഒരു ഉപ്പും മുളക് പൊടിയും കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു കുപ്പിയിലോ ഒരു പാത്രത്തിലോ ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് നല്ല ടൈറ്റായിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നന്ദി.